ജംപ് സ്കെയർ ആക്ച്വലി ഞങ്ങൾ പൊതുവെ റെക്കമെൻഡ് ചെയ്യാത്ത ഒരു സ്പേസാണ്. പക്ഷെ ചില സമയത്ത് അത് വർക്ക് ആകും. അങ്ങനെയുള്ളൊരു ജംപ് സ്കെയർ കുറേ കൂടി ഈറി എഫക്ട്സ് ആണ് കുറേ കൂടി ആൾക്കാരെ പേടിപ്പിക്കുന്നത്. രാഹുൽ ആക്ച്വലി ഭയങ്കര പസിൽ പോലത്തെ ഒരാളാണ്. രാഹുൽ കാര്യമായിട്ടൊന്നും വിട്ടു പറയാത്തൊരു ആളാണ്. ഇപ്പോൾ ഭയങ്കര നമ്മൾ ക്ലോസ് ആണെങ്കിൽ മാത്രമേ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര മിസ്റ്ററി കൊണ്ടിടക്കുന്ന ഒരു ക്യാരക്ടറാണ്. സിനിമ പോലെ തന്നെയാണ്. ബ്രഹ്മയുഗം ആക്ച്വലി രാഹുൽ പിച്ച് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. കാരണം അത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വരാൻ പോകുന്ന ജനറേഷൻസിനും ഈ പടം ഒരു ബെഞ്ച് മാർക്കായിരിക്കും എന്നുള്ളത്. നമുക്കൊരു 4 ടേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 4 ടേക്ക് നമ്മൾ കാണും. ഒരു ടേക്ക് പോലും കാണാതിരിക്കുന്നില്ല. ഫസ്റ്റ് ടേക്ക് പോലും നമുക്ക് അടുത്ത് അടിപൊളിയായിരിക്കും. എവിടെയെങ്കിലും ഡയലോഗ് എന്തെങ്കിലും മിസ്സാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഡയലോഗ് എന്തെങ്കിലും ഒന്നും പോകും. അങ്ങനെ അല്ലാതെ നമുക്കൊരിക്കലും എക്സ്പ്രഷൻ ഒന്ന് കമ്മിയായി അതുകൊണ്ട് ഒന്നുകൂടിയും ചെയ്യാം എന്നൊരിക്കലും നമുക്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ ഇനിയും കുറച്ചുകൂടി ബെറ്റർ ആക്കി തരാമെന്ന് അങ്ങനെയൊന്നും നമുക്കൊക്കെ ആവശ്യം വരില്ല. ഫസ്റ്റ് ടേക്കിലിൻ്റെ പുള്ളി ഓക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും കശകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ലൈറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എടുക്കാമെന്നല്ലാതെ. പക്ഷെ ഒരു 3-4 ടേക്ക് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ടേക്ക് ആണെങ്കിൽ പോലും അതിലും നമുക്കത് ഇൻട്രസ്റ്റിംഗ് അല്ല സാധനം എനിക്ക് അതായിരിക്കും പിക്ക് ചെയ്യുക. റിയാക്ഷൻ ഒക്കെ അവനോട് പറയുന്നു, അവൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അവിടെ ഒരു സെപ്പറേറ്റ് ഒരാൾ നിന്ന് റിയാക്ട് ഹെൽപ്പ് ചെയ്തൊരു സംഭവം ഒന്നല്ല. പുള്ളി തന്നെ അത് വിചാരിച്ച് പുള്ളി തന്നെ ചെയ്യുന്നതാണ്. നമസ്കാരം, മീഡിയ വണ്ണോടൊപ്പം ഷഫീഖ് മുഹമ്മദാണ്. വെൽക്കം. താങ്ക് യു. ഡൈസറെ വണ്ടർ അടുപ്പിച്ചുകൊണ്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വീക്കെൻഡ് കഴിയുന്ന സമയത്ത് ലോകയ്ക്ക് ശേഷം ഏറ്റവും വലിയ ഓപ്പണറായിട്ടൊരു എ റേറ്റഡ് മൂവി വരികയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത്. എന്താണ് ഡൈസറ തരുന്നൊരു ഫീല്? ഹാപ്പിനെസ് ആണ്, ഓവർവെൽമിങ് ആണ്. ഇത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മൾ ആക്ച്വലി കുറച്ച് നമ്മൾ വർക്കുകളൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പ്രത്യേകിച്ച് ഒരു പടം ആക്ച്വലി ഒരു ഹൊറർ ഫിലിം ഇങ്ങനെ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത് തിയേറ്ററിന് വേണ്ടി ചെയ്ത പടം തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ തിയേറ്ററിൽ അത് റിസീവ് ചെയ്യുന്നു കാണുമ്പോൾ സന്തോഷമാണ്. ഈ ടിപ്പിക്കൽ രാഹുൽ സദാശിവൻ സിനിമകളിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ജംപ് സ്കെയർസ് വരുന്നുണ്ട്. കുറച്ച് ഫോർമാറ്റ് മാറിയ ഒരു ഫീൽ ഉണ്ട്. ഇപ്പം ഭൂതകാല തൊട്ട് അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എഡിറ്റർ എന്നുള്ള നിലയിൽ ഇതിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? ഭൂതകാലം തിയേറ്റർ ഫിലിം ആയിരുന്നില്ല, തിയേറ്ററിന് വേണ്ടി കാറ്റർ ചെയ്തതല്ല. ബ്രഹ്മയുഗമാണ് തിയേറ്റർ ഫിലിമായിട്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഓരോ പടങ്ങളും നമ്മൾ വ്യത്യസ്തമായിട്ട് എന്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവും എപ്പോഴും. തിയേറ്ററിന് ആവശ്യമുള്ള കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളത് ഫീഡ് ചെയ്ത് മതിയാവുള്ളൂ, എന്നാലേ തിയേറ്റർ ആക്റ്റീവ് ആവുള്ളൂ. ഇതിൽ കുറേ കൂടി അങ്ങനെയുള്ളൊരു സ്പൂക്കിനെസ്സും കാര്യങ്ങളും, കാരണം ജംപ് സ്കെയറുകളും ഇതൊക്കെയാണ് തിയേറ്ററിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഒരുപാടൊന്നും ഉപയോഗിച്ചിട്ടില്ല, 1-2 അവിടെ ഇവിടെ വരുമ്പോൾ അത് ആക്ച്വലി ലൈവ് ആക്കുന്നുണ്ട്, ഓഡിയൻസിനെ ലൈവ് ആക്കുക എന്നുള്ളതാണ് ഐഡിയ. അതാണ് ഈ ജംപ് സ്കെയർസ് യൂസ് ചെയ്യുക എന്നുള്ളത് മലയാളത്തിലൊരു ടിപ്പിക്കൽ ഫോർമാറ്റിൽ നിന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ജംപ് സ്കെയർസിലേക്ക് വരികയാണ്. ഈ ജംപ് സ്കെയർസ് കൊടുക്കുക എന്നുള്ളത് ഒരു എഡിറ്ററിൻ്റെ പവർ കൂടെ അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈം ലൈനിലേക്ക് കഥയെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എൻഹാൻസ് ചെയ്യാനുള്ളൊരു ബ്രില്യൻറ്റ് ടെക്നിക്ക് കൂടെയാണല്ലോ ഇത്തരം ജംപ് സ്കെയർസ് കൊടുക്കുക, മാച്ച് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആളുകളെ എന്നാക്കുക. അതേപോലെ ഒരു ട്രാൻസിഷനിൽ ഇപ്പോൾ പ്രണവിൻ്റെ ഒരു ഷോട്ടിൽ രാത്രിയിൽ നിന്ന് പകലിലേക്ക് ഒരു ട്രാൻസിഷൻ വരുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ഇതിനെ എൻഹാൻസ് ചെയ്തൊരു ഹൊറർ ഫീലിലേക്ക് എത്തിക്കാൻ. ആസ് എൻ എഡിറ്റർ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്? ജംപ് സ്കെയർ ആക്ച്വലി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ആക്ച്വലി നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ സ്ക്രീൻ പ്ലേയിൽ ഇല്ലാത്തൊരു ജംപ് സ്കെയർ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, നമുക്കത് എവിടെയെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അത് പ്രശ്നമുള്ള അതല്ല. അത് പ്രൊവൈഡഡ് അത് മുഴച്ച് നിൽക്കാതെ ശ്രദ്ധിക്കണം. നമ്മൾ ചുമ്മാ ഒരു ഗിമിക്കായിട്ട് കാണിക്കാതെ അതവിടെ വർക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാനും പാടില്ല. അതൊക്കെ നമുക്കത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യുന്നതിൽ അർത്ഥമില്ല. ജംപ് സ്കെയർ ആക്ച്വലി ഞങ്ങൾ പൊതുവെ റെക്കമെൻഡ് ചെയ്യാത്ത ഒരു സ്പേസാണ്. പക്ഷെ ചില സമയത്ത് അത് വർക്ക് ആകും. അങ്ങനെയുള്ളൊരു ജംപ് സ്കെയർ കുറേ കൂടി ഈറി എഫക്ട്സ് ആണ് കുറേ കൂടി ആൾക്കാരെ പേടിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ഓഡിയൻസ് കുറേ കൂടി അഡ്വാൻസ്ഡ് ആയി, ഒരുപാട് ഫിലിംസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ആക്ച്വലി 10 മിനിറ്റ് കഴിയുമ്പോൾ അറിയാം ഇപ്പോൾ ഒരു ജംപ് സ്കെയർ വരാൻ സമയമായില്ലോ, അങ്ങനെ ഇരിക്കുന്ന ഒരു സ്പേസിലാണ്. അപ്പോൾ നമ്മളൊരിക്കലും ഓഡിയൻസിന് ഇല്ലിറ്ററേറ്റ് ആയിട്ട് കാണരുത്. അവർ ആക്ച്വലി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്.
അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്പൂൺ ഫീഡ് ചെയ്യാൻ ശ്രമിക്കരുത്. അവർക്കറിയാം, അവർക്കത് ഡോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഫില്ല് ചെയ്തോളും. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഓഡിയൻസിനെ ഭയങ്കര ഇൻ്റലക്ച്വൽ ഓഡിയൻസ് ആയിട്ട് തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഫിലിമിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റേ പ്രണവിൻ്റെ നൈറ്റ് ടു ഡേ ഷോട്ട് നമ്മൾ എഡിറ്റിൽ ചെയ്തതല്ല, അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അത് നൈറ്റ് ടു ഡേ ഷൂട്ട് ചെയ്തതാണ്. അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒന്നുമില്ല, അത് ലൈറ്റിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളും വെച്ചിട്ട് അത് ചെയ്തതാണ്. ഓക്കെ. ഷഹനാസ് ജലാൽ ബ്രില്യൻസ്. അതെ അതെ, ഷഹനാസ് ആ കാര്യത്തിൽ മിടുക്കനാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് സിനിമ കാണുന്നത് ഒരു എഡിറ്ററാണല്ലോ. ഞാൻ ഇത് സിനിമ കണ്ടോണ്ടിരുന്ന സമയത്ത് ആലോചിച്ചത്, എനിക്കിത് ഇത്രയും ഹൊറർ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കിത് കണ്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടോണ്ടിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആലോചിച്ച ഒരു എഡിറ്റർ ഇത് എത്ര തവണ കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതായത് പല വിഷ്വലുകളും നിങ്ങൾ ഒരേ സമയം വീണ്ടും വീണ്ടും കാണുന്നു. ആദ്യത്തെ ഏറ്റവും റോ ആയിട്ടുള്ള സിനിമ കാണുന്നു. ഈ ഏറ്റവും ബേസിക്കലി ഉണ്ടായിട്ടുള്ള ഇതിന്നുള്ള ഒരു കിക്ക് എന്തായിരുന്നു? ഫസ്റ്റ് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാണുമ്പോൾ നമുക്കും കിട്ടുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ്. ആ ഹൊറർ ഫീൽ തന്നെയാണ്. അതെ, അത് ഫസ്റ്റ് എക്സ്പീരിയൻസിൽ ഓൾമോസ്റ്റ് ദ സെയിം അങ്ങനെ തന്നെ കിട്ടും. സെക്കൻഡ് വാച്ചും തേർഡ് വാച്ചിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാലോ ഇതാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്, ഇതാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പേടിക്കൂലല്ലോ. അപ്പോൾ അതിൻ്റെ ടെക്നിക്കാലിറ്റി മാത്രമേ നമുക്ക് പിന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൊററിൻ്റെ ആക്ച്വൽ ഹൊറർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവാൻ കാരണം അതാണ്, അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഭയങ്കര ക്രൂഷ്യലാണ്. നമുക്കൊരിക്കലും ഒരു ഡ്രാമ ജഡ്ജ് ചെയ്യുന്ന പോലെ ഹൊറർ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോ സമയത്ത് നമ്മൾ കാണുമ്പോഴും പുതിയ പുതിയ സാധനങ്ങളാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റ് എപ്പോഴും നമ്മൾ വിശ്വസിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ട്. ചില സമയത്ത് അത് വർക്കാകും, ചില സമയത്ത് ചിലപ്പോൾ ബാക്ക് ഫെയർ ആകും. അപ്പോൾ നമ്മൾ വേറൊരു ഒപ്പീനിയൻ എടുക്കണം, സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് ഫ്രഷ് ഐസിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഫ്രഷ് ഐ വന്ന് കാണുമ്പോൾ അപ്പോൾ ചിലപ്പോൾ അത് അഡ്വാൻറ്റേജ് ആയിട്ട് കാണാം. മേ ബി ബെറ്റർ ആക്കാനുള്ള സ്പേസ് നമുക്ക് ഉണ്ടാക്കി തരും. ഈ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണല്ലോ. അപ്പം ഡൈസറെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൗണ്ട് ഡിസൈൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ എഡിറ്റിൽ വരുമ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് എഡിറ്റിന് ശേഷമാണ് അതിൻ്റെ സൗണ്ട് മിക്സിങ്ങിലേക്കും കളറിങ്ങിലേക്കും ബാക്കി പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സൗണ്ട് ഇല്ലാതെ ഈ വിഷ്വല് കണ്ടിട്ട് അതിനെ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായിട്ടുള്ള കാര്യമല്ലേ? ഇല്ല, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ സൗണ്ടും മ്യൂസിക്കും ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റെഫറൻസ് മ്യൂസിക് ആണ് ഒറിജിനൽ? റെഫറൻസ് മ്യൂസിക്കൽ ടെംപ് മ്യൂസിക്കുകളും ടെംപ് SFX വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. എന്നാലേ നമുക്ക് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് കിട്ടുള്ളൂ. ഇത് എന്താണ് ഇതിൻ്റെ പേസ്, എന്താണ് ബീറ്റ് എന്നുള്ളത് നമുക്ക് അപ്പോഴേ മനസ്സിലാവുന്നുള്ളൂ. അതായത് പ്രത്യേകിച്ച് ഹൊറർ ആയതുകൊണ്ട് കുറച്ചും കൂടി ഇതിൻ്റെ എവിടേക്ക് എന്തൊക്കെ സൗണ്ടുകൾ കേൾക്കണം, ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും അടുത്ത സൗണ്ട് വരാൻ, ആ ടെമ്പോ കാര്യങ്ങൾ ബീറ്റുകൾ നമ്മൾ പ്ലേസ് ചെയ്യണം. ഞാൻ ഫുൾ ടൈം ഇതേപോലെ റെഫറൻസ് വെച്ചിട്ട് വർക്ക് ചെയ്ത് എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡയറക്ടർ കൂടെ ഇരുന്ന് എല്ലാം സെറ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും. രാഹുലിൻ്റെ കൂടെയും ഈ പറഞ്ഞ രാഹുലിന് നല്ല സൗണ്ട് സെൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും എഡിറ്റിലെപ്പോഴും നമുക്കൊരു സൗണ്ടിനൊരു ആ നോളജ് എപ്പോഴും നമുക്ക് വേണം. ഈ രാഹുൽ സദാശിവന്റെ കൂടെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രത്തിൽ 3 സിനിമകളിലും വന്നു. ഈ രാഹുൽ സദാശിവൻ സ്കൂൾ ഓഫ് മേക്കിംഗ്, അതിനെ കുറിച്ച്? രാഹുൽ ആക്ച്വലി ഭയങ്കര പസിൽ പോലത്തെ ഒരാളാണ്. രാഹുൽ കാര്യമായിട്ടൊന്നും വിട്ടു പറയാത്തൊരു ആളാണ്. ഇപ്പോൾ ഭയങ്കര നമ്മൾ ക്ലോസ് ആണെങ്കിൽ മാത്രമേ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര മിസ്റ്ററി കൊണ്ടിടക്കുന്ന ഒരു ക്യാരക്ടറാണ്. സിനിമ പോലെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ രാഹുലായിട്ട് ക്ലോസ് ആയിട്ട് കുറച്ചായി. അപ്പോൾ രാഹുൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റിൽ പറയുന്നതുണ്ട്. ഫസ്റ്റിൽ കാണുമ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് ഒക്കെ ഭയങ്കര കാഷ്വൽ ഫോർമൽ മീറ്റിങ്ങുകളായിരുന്നു. ഫസ്റ്റ് ഭൂതകാലത്തിൻ്റെ നറേഷൻ പറയുമ്പോഴൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. പിന്നെ നമ്മൾ അടുത്തറിയുമ്പോഴാണ് നമ്മൾ കുറേ കൂടി ക്ലോസ് ആവുന്നത്, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കലും അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ ഓക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും പുള്ളിയുടെ കഥകൾക്കൊരു മിസ്റ്ററി എപ്പോഴും കൊണ്ടു നടക്കും. ഒരു കഥ പറയുമ്പോൾ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയും. ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇതൊന്നും കേട്ട് നോക്കുമെന്ന് പറയും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ലൈൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു ലൈൻ പറയുമ്പോൾ പോലെ അതിന് ക്ലാരിറ്റി ഉണ്ട് രാഹുലിന്. നമ്മൾ ഇതാണ് കഥ, ഇതാണ് മിഡ്, ഇതാണ് എൻ്റെ, ഒരു ലൈനിൽ ഇത് പറയാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. കഥയുടെ വൺ ലൈനിൽ തന്നെ പുള്ളിക്കത് നമുക്കത് കിട്ടും. ഭയങ്കര ക്ലാരിറ്റി ആണല്ലോ വൺ ലൈൻ എന്ന് തോന്നും. അല്ലെങ്കിൽ സ്റ്റോറി പറയുമ്പോൾ തന്നെ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടല്ലോ എന്ന് തോന്നും. അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നൊരു പുള്ളിയാണ്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്.
ഈ ബ്രഹ്മയുഗം ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കൂടെ വന്ന് വീണ്ടും ചർച്ചയാവുന്നു, അതിലെ എഫക്റ്റുകളെ കുറിച്ച് സംസാരിക്കുന്നു, അതിനെ മുഴുവൻ മേക്കിങ്ങിനെ കുറിച്ചും പ്രത്യേകിച്ചും മമ്മൂക്കയുടെ പെർഫോമൻസിനെ പറ്റി വീണ്ടും ചർച്ച വരാണ്. ഈ ഒരു കാലത്ത് ചെയ്തു വെച്ച ഒരു ക്രാഫ്റ്റ് വീണ്ടും മറ്റൊരു കാലത്തിലേക്ക് ചർച്ചയാവുന്നു എന്ന് പറയുന്നത് ഒരു മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ലേ? ഈ ഇപ്പം ബ്രഹ്മയുഗത്തെ കുറിച്ചുള്ള ഒരു തോട്ട് എനിക്ക് ബ്രഹ്മയുഗം ആക്ച്വലി രാഹുൽ പിച്ച് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. കാരണം അത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വരാൻ പോകുന്ന ജനറേഷൻസിനും ഈ പടം ഒരു ബെഞ്ച് മാർക്കായിരിക്കും എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് ഇപ്പോൾ ഉള്ള ഒരു സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പടമാണ്. അപ്പോൾ അത് എന്താ പറയുക, അതിന് ടൈം ഉണ്ടാവില്ല. അതിപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ബ്രഹ്മയുഗം കണ്ടു കഴിഞ്ഞാലും ബ്രഹ്മയുഗം ടൈംലെസ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരു പടമായിരിക്കും. അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് അങ്ങനെ ആലോചിക്കുമ്പോൾ. ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ ബ്രഹ്മയുഗം ഉള്ളിൽ വരുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം അതിനത്ര എഫേർട്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് അത്രയും പോളിഷ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്പേസാണ്. ആൾക്കാർ കാണട്ടെ എന്നുള്ളത്, കാണാത്തവർ കാണട്ടെ, കണ്ടവർ സംസാരിക്കട്ടെ, അങ്ങനെ തോന്നുന്നു. ഈ ട്രെയിലറിൽ ഇപ്പം ബ്രഹ്മയുഗത്തിന്റെ ട്രെയിലറിലാണെങ്കിലും ഒരേ വാക്ക്, ആ പകിട കളിയുടെ വാക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് ശരിക്കും എന്താണ് നടക്കുന്നത് ഒരു ക്യൂരിയോസിറ്റി ആളുകളിലേക്ക് സൃഷ്ടിക്കും. പക്ഷെ അത് സിനിമയിൽ അത്രത്തോളം അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ഒരു തോട്ട് എവിടുന്നാ വരുന്നത്? എനിക്കത് ആക്ച്വലി നമ്മൾ ഫിലിം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും ട്രെയിലറും ടീസറും കട്ട് ചെയ്യുന്നത് ഫിലിം കഴിയാൻ വേണ്ടി കാത്തു വെക്കും. ഫിലിം കഴിഞ്ഞാൽ എനിക്ക് അടുത്തൊരു വർക്കിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിലിമിൻ്റെ കട്ട് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ടീസർ ചെയ്തപ്പോൾ ടീസർ ഭയങ്കര ഹിറ്റായി. ടീസർ എക്സൈറ്റിംഗ് ആയി, എല്ലാവർക്കും ഭയങ്കര ഹാപ്പി സീനായിരുന്നു. മമ്മൂക്ക വന്നതും ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ടീസറിൻ്റെ മേലെ നിൽക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടി വേണം, എന്നാൽ കമേഴ്ഷ്യലായിട്ടുള്ളൊരു സാധനം വേണം. അപ്പോൾ പിന്നെ ഇതിൻ്റെ കഥാപശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ 2 പിള്ളേർ ഓൾറെഡി ഒരാൾ ലോക്കായിട്ടുള്ളത്, ഒരുത്തം പുറത്തുനിന്ന് വന്ന് ലോക്കാവുന്നതും, ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയം ടൈം അറിയാതെ കറങ്ങുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു വില്ലനുണ്ട്, ഒരു നായകനുണ്ട്, അങ്ങനെ ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 3 ക്യാരക്ടേഴ്സ് അതിൻ്റെ ഉള്ളിൽ കയറുന്ന എന്താ പറയുക, വെന്തുമിരിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു സർക്കിളാണല്ലോ. അപ്പോൾ ആ പകിടയുടെ ആ ഡയലോഗ്സ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇത് പകിട, ഇത് അങ്ങനെ പറഞ്ഞിട്ട് മാറ്റുമ്പോൾ ഓരോന്നിനും ഓരോ സമയത്തും ഓരോ റെഫറൻസുകളായിരിക്കും. ഒരു സമയത്ത് പകിട എന്ന് പറയുന്നത് വേറെ ക്യാരക്ടറാണ്, മറ്റു സമയത്ത് വേറെ ക്യാരക്ടറാണ്, അവിടെ വേറെ ആംബിയൻസ് കയറി വരാണ്. അപ്പോൾ ആ ഡയലോഗ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുറേ സൈക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ക്യാരക്ടേഴ്സായിട്ടും കണക്ട് ആവുന്ന പോലെ അതാണ്. അപ്പോൾ ഈ കരുക്കൾ നീക്കാൻ, അപ്പോൾ കരു എന്ന് പറയുമ്പോൾ തന്നെ ഇവരാണ് കരുക്കൾ. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുള്ളവരാണ് കരു. പകിട ആക്ച്വലി അവിടെ കുടുംബൻ പോറ്റിയാണ് പകിട. ചില സമയത്ത് പെട്ടെന്ന് ഫ്ലിപ്പായിട്ട് പിന്നെ പകിട ആവുന്നത് സിദ്ധാർത്ഥ് വരുന്നതിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് മാറ്റി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തോന്നിയതാണ്, ഇത് വർക്ക് ചെയ്തതാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരൊറ്റടിക്ക് സാധനം കഴിഞ്ഞ് കാണിച്ചു എല്ലാവരും ഹാപ്പി ഓക്കെ എന്നാ പിന്നെ. ഈ ഡേസറയുടെ ട്രെയിലറിലും അങ്ങനെ ഒരു സംഗതി ഉണ്ടായല്ലോ, കംപ്ലീറ്റ് നമുക്ക് എന്താ സ്റ്റോറി ലൈൻ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ധാരണയില്ല. അപ്പൊ അതില് പ്രണവിന്റെ 2 ഷോട്ടുകൾ, മിററിലെ ഷോട്ട് 2 തവണ കാണിക്കുമ്പോൾ നമ്മള് ഇയാളുടെ ഡിസോസിയേറ്റീവ് പേഴ്സണാലിറ്റി ആണോ ഇത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരികയാണ്. പക്ഷെ കഥ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് പോകുന്നത്. ഈ ടീസർ കട്ട് ചെയ്ത് അതാണല്ലോ ആളുകളെ സിനിമയിലേക്ക് ഹുക്ക് ചെയ്യേണ്ടത്. അത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണോ ടീസർ അല്ലെങ്കിൽ ട്രെയിലർ കട്ട് ചെയ്തെടുക്കുക? അതെ, അത് ഫാസിനേറ്റിംഗ് ആണ് ആക്ച്വലി. നമ്മള് കഥ പറയണം, പക്ഷെ പക്ക സിനിമയിലുള്ള കഥ പറയാനും പാടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫുൾ കഥ നമ്മൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ, ഒരുപാട് ട്രെയിലറുകൾ ഇപ്പോൾ നോക്കിയാലും അറിയാം, ഇതിലിപ്പോൾ ഫുൾ കഥ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എന്തിനാ സിനിമ ആണെന്ന് ചോദിക്കും ആൾക്കാർ. ഒരുപാട് ട്രെയിലറുകൾക്ക് അതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ടൊരു കഥ പറയുക, ക്യാരക്ടേഴ്സിനെ മാറ്റി കൊടുക്കുക. ഭൂതകാലത്തിൽ നോക്കിയാൽ, ഇപ്പോൾ ഭൂതകാലത്തിൻ്റെ ട്രെയിലർ നോക്കിയാൽ അതിൽ ആക്ച്വലി ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, അതിൽ ആക്ച്വലി ട്രെയിലർ കണ്ടുവരുമ്പോൾ ആക്ച്വലി രേവതി മാമാണ് വില്ലൻ. രേവതി മാമിനെയാണ് കുറച്ച് വില്ലനായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതാണ്. അപ്പോൾ നമുക്കത് മാറ്റാൻ പറ്റും, ട്രെയിലർ നന്നായി എക്സൈറ്റിംഗ് ആക്കാൻ പറ്റും. പക്ഷെ പടത്തിനേക്കാളും വേറിട്ട് നിൽക്കാൻ പാടില്ല. പടമായിട്ട് സിമിലർ ആയിട്ടുള്ള കഥ വേണം പറയാം. ഒരുപാട് മാറി ചിന്തിച്ച് നമുക്കൊരു എങ്ങനെ വേണമെങ്കിലും ട്രെയിലർ കട്ട് ചെയ്ത് വലുതാക്കാമല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല.
അത് കുറച്ച് സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു കഥ പറയുക, എന്നിട്ട് സിനിമയിലുള്ള റിവീൽസ് ഒന്നും കൊടുക്കാതിരിക്കുക. അത് മാത്രം ഫോക്കസ് ചെയ്താൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ബ്രഹ്മയുഗത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പം മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ആളുകളെ എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് മുൻപ് പലരും പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക ഒരേ സീനിന് പല ഷോട്ടുകൾ തരുന്നു, അപ്പൊ അത് എഡിറ്റിംഗ് ഡെസ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ പിക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളത്. അത്തരം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് നമ്മൾ ഇപ്പോൾ നമുക്കൊരു 4 ടേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 4 ടേക്കും നമ്മൾ കാണും, ഒരു ടേക്ക് പോലും കാണാതിരിക്കുന്നില്ല. ഫസ്റ്റ് ടേക്ക് പോലും നമുക്ക് അടുത്ത് അടിപൊളിയായിരിക്കും. എവിടെയെങ്കിലും ഡയലോഗ് എന്തെങ്കിലും മിസ്സാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഡയലോഗ് എന്തെങ്കിലും അപ്പോൾ ഒന്നും പോകും. അങ്ങനെ അല്ലാതെ നമുക്കൊരിക്കലും എക്സ്പ്രഷൻ ഒന്ന് കമ്മിയായി അതുകൊണ്ട് ഒന്നുകൂടിയും ചെയ്യാം എന്നൊരിക്കലും നമുക്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ ഇനിയും കുറച്ചുകൂടി ബെറ്റർ ആക്കി തരാമെന്ന് അങ്ങനെയൊന്നും നമുക്ക് ആവശ്യം വരില്ല. ഫസ്റ്റ് ടേക്കിലിൻ്റെ പുള്ളി ഓക്കെ. എവിടെയെങ്കിലും എന്തെങ്കിലും ദശകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ലൈറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എടുക്കാമെന്നല്ലാതെ. പക്ഷെ ഒരു 3-4 ടേക്ക് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ടേക്ക് ആണെങ്കിൽ പോലും അതിൽ നമുക്കത് ഇൻട്രസ്റ്റിംഗ് അല്ല സാധനം അതായിരിക്കും പിക്ക് ചെയ്യുക ഇതിനേക്കാളും, അല്ല ഫൈനൽ ടേക്കിനേക്കാളും. ചില സമയത്ത് അത് സംഭവിക്കാറുണ്ട്. നമ്മുടെ കണ്ടിന്യൂറ്റി അടിപൊളിയാണ് ആക്ച്വലി, എല്ലാതും ഭയങ്കര നീറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും അവർ ആക്ച്വലി സബ് കോൺഷ്യസ്ലി കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് അവർക്ക്. അപ്പോൾ അത് ഈസിയാണ്. ക്യാരക്ടറിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അതായത് ഇപ്പം കൊടുവൺ പോറ്റിന്റെ പല സമയങ്ങളിലായിട്ട് എടുത്ത ഷോട്ടുകളായിരിക്കുമല്ലോ, അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്കത് മാറാൻ പാടില്ല എന്നുള്ള ഒരു ചലഞ്ച് അവിടെ ഇല്ലേ? അത് പറഞ്ഞ പോലെ ഓരോ ആക്ടേഴ്സിൻ്റെ ഒരു ബ്രില്യൻസ് അവിടെ അല്ലേ നിൽക്കുന്നത്. അവർ ആ ക്യാരക്ടർ സ്ക്രിപ്റ്റ് പഠിച്ച് അവർക്കറിയാലോ ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ഈ സമയത്ത് കുറച്ചുകൂടി കഴിഞ്ഞാൽ വേറെ മാതിരി ബിഹേവ് ചെയ്യും, അത് അവർക്ക് അറിയാലോ. അപ്പോൾ അത്രയും ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം അവരവരെ പണിയെടുക്കുന്നു, നമ്മൾ നമ്മളെ പണിയെടുത്താൽ മതി, അത്രേ തോന്നിയിട്ടുള്ളൂ. പ്രണവിലേക്ക് വരുന്ന സമയത്തും ഇത് കഴിഞ്ഞ കുറേ സിനിമകളിൽ ഉണ്ടായിട്ടുള്ള പ്രണവിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രണവിനെയാണ് കാണുന്നത്. അതിൽ തന്നെ ആളുടെ റിയാക്ഷൻസ് ഉണ്ട്. അതായത് ഒരുപക്ഷെ എഡിറ്റിലായിരിക്കാം ആളുടെ തലയിലൂടെ കാറ്റ് പോകുന്ന സമയത്ത് അയാളിടുന്ന റിയാക്ഷൻസ് വരുന്നു. അപ്പൊ നമ്മൾ കാണുമ്പോൾ അപ്പുറത്ത് ആളില്ലാതെയാണ് ആ റിയാക്ഷനുകളെല്ലാം വരുന്നത്. ഇത് അങ്ങനെ തന്നെയാണോ? അതിൽ എഡിറ്റില് നമ്മൾ അതിന് മാറ്റിയിട്ട് എടുക്കുന്നതാണോ? ഇല്ല, അതൊക്കെ അങ്ങനെ തന്നെയാണ്. അതിൽ റിയാക്ഷൻ ഒക്കെ അവനോട് പറയുന്നു, അവൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അവിടെ ഒരു സെപ്പറേറ്റ് ഒരാൾ നിന്ന് റിയാക്ട് ഹെൽപ്പ് ചെയ്തൊരു സംഭവം ഒന്നുമല്ല. പുള്ളി തന്നെ അത് വിചാരിച്ച് പുള്ളി തന്നെ ചെയ്യുന്നതാണ്. ആളൊന്നും റിയാക്ഷൻ കൊടുക്കാനൊന്നും ഡമ്മി ആയിട്ട് ആളുകളൊന്നും അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അവരോട് പറയുമ്പോൾ അതാണ് ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ, ഒരു ആക്ടർ റിഫൈൻഡ് ആവുന്നത് അവിടെയാണല്ലോ. എസംഷൻ ആണല്ലോ ആക്ടിങ്, ഇമാജിനറി ആണല്ലോ. സോ ആ ഇമാജിനറി വേൾഡിനെ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആക്ടറിൻ്റെ ഒരു കടമ വരുന്നത്, അല്ലേ? അതവർ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം നന്നായി ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ആക്ടർ റിഫൈൻഡ് ആയിക്കൊണ്ടിരിക്കുക എന്നർത്ഥം തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ഹൊറർ എന്ന് പറയുന്നത് മലയാളത്തിൽ ഇപ്പം ഒരുപക്ഷെ രാഹുൽ സദാശിവൻ യൂണിവേഴ്സിലല്ലാതെ അത്രത്തോളം ഡീപ്പായിട്ട് സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഇത് ലോജിക്കിന്റെ ഒരു അമിതഭാരം നമ്മൾ കൊടുക്കാറുണ്ട്. എപ്പോഴും നമുക്ക് അതിനൊക്കെ റീസൺ വേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടോ ഒരു ഫോർമാറ്റിന്റെ പുറത്തേക്ക് മലയാളത്തിലോ ഇന്ത്യൻ സിനിമയിലോ ഈ ഹൊറർ അത്ര വർക്കായിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ചുരുങ്ങിയ ബജറ്റിൽ ചെയ്യുന്ന സിനിമകൾ തന്നെ ഇന്റർനാഷണലി ഇത് റെക്കഗ്നൈസ്ഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ബ്രഹ്മയുഗം ലെറ്റർ ബോക്സിൽ മികച്ച 2ാമത്തെ ഹൊറർ ചിത്രമായിട്ട് വരുന്നുണ്ട്. ഈ കോഞ്ചറിങ് പോലത്തെ വലിയ വലിയ സിനിമകൾ ലോകത്ത് സംഭവിക്കുമ്പോഴാണ് കേരളത്തിലെ സിനിമ കുഞ്ഞു ബജറ്റിൽ ഇത്ര വലിയ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് തരുന്ന ഒരു കിക്ക് ഉണ്ടോ നിങ്ങൾക്ക് മേക്കേഴ്സിനെ സംബന്ധിച്ച്? പിന്നെ നമുക്കതൊരു പ്രചോദനമല്ലേ. കിക്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്കതൊരു പ്രചോദനമാവും. നമുക്ക് ഇനിയും നല്ലത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ്. നമ്മളൊരിക്കലും അതൊരു നമ്മൾ സാധനം ചെയ്തു ഇനിയിപ്പോൾ അവിടെ കിടക്കട്ടെ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇനി അതിൻ്റെ മേലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. സിനിമ എപ്പോഴും ഒരു ലേണിംഗ് സ്പേസ് അല്ലേ. നമുക്കൊരിക്കലും ഞാനിതെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സ്പേസിലല്ലേ. ഇപ്പോഴും സ്കോർസെസയും ക്ലിന്റ് ഈസ്റ്റ്വുഡും ഒക്കെ ചെയ്യുന്നത് അതന്നെ. അവരും ഇപ്പോൾ സ്റ്റുഡൻസ് എന്നല്ല അവരും പറയുന്നുള്ളൂ. അതേപ്പോൾ അവരൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റുഡൻസ് പോലായിട്ട് നമുക്ക് അഡ്മിഷൻ പോലും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു സ്പേസിൽ നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുക, ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ. അല്ലാതെ ഒരു എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ നമ്മൾ അതിനെ ഒരു ഇൻസ്പിറേഷനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അടുത്തടുത്തത് ചെയ്യാനുള്ള ഒരു എനർജി ആയിട്ട് കണ്ടാൽ നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ഹൊറർ യോണർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ മലയാളത്തിൽ? മലയാളത്തിൽ നിന്നല്ല, ഉടനീളം
ആക്ച്വലി അതിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പല പല രീതിയിൽ അതിനെ കാണിക്കാൻ പറ്റും. ഹൊറർ എപ്പോഴും ഗോസ്റ്റ് വരുന്നത് മാത്രമല്ല ഹൊറർ. ആക്ച്വലി അങ്ങനെ ബോഡി ഹൊറർ ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. അത് എങ്ങനെ പറയാ, ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇത് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് മുന്നേ സ്ലാഷർ ഹൊറർ ആയിരുന്നു കുറേ കാലം. 90s സ്ലാഷർ ഹൊററുകൾ എന്തായിരുന്നു കുറേയും കൂടിയും എന്തെന്നാ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്ക്രീം, ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ, ഈവിൾ ഡെഡ് അങ്ങനെയൊക്കെ വരുന്ന പടങ്ങളായിരുന്നു. കുറച്ചും കൂടി വയലൻ്റ് ആയിട്ടുള്ള ഫിലിംസ് ആയിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേനും വയലൻസ് പറഞ്ഞു. ഇപ്പോൾ 2000 ആയപ്പോഴത്തേനും ഒരു ഹൊറർ ഫിലിം വന്നു, മൊത്തത്തിൽ അങ്ങ് മാറ്റി. സിക്സ് സെൻസ് വന്നു, അതൊരു ഹൊറർ ഫിലിമാണ്, അതിൽ വയലൻസ് ഇല്ല, മൊത്തത്തിൽ മാറുന്നു അല്ലേ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഓരോരുത്തരും മാറി ചിന്തിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിലും ഇതേപോലെ ഹൊററുകൾ മാറി 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 വരുന്നില്ല. ഇപ്പോൾ എത്രയോ പടങ്ങൾ നമ്മൾ പ്രേതങ്ങളെ ഫേവർ ചെയ്യുന്ന പടങ്ങൾ വന്നിട്ടുണ്ട്. പ്രേതം ശരിയാണ്, നായകൻ തെറ്റാണ് എന്നുള്ള രീതിയിൽ എത്രയോ പടങ്ങൾ നമ്മളും കണ്ടിട്ടില്ലേ. റീസെന്റ് ലോകയിൽ പോലും യക്ഷി അതെ അതെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതാണ്. നമ്മൾ കഥയാണ് നമ്മളെ ഫോർവേഡ് കൊണ്ടുവന്നത്. നമ്മൾ ഇനി എന്തെല്ലാം ഗിമിക്ക് കാണിച്ചാലും ലോകയിൽ ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ കഥ നിങ്ങൾക്ക് വർക്കായില്ലെങ്കിൽ നിങ്ങൾ കാണൂല പടം. അതുകൊണ്ടാണ് അപ്പം വർക്കാവുന്നതും അതിൻ്റെ കഥ വെച്ചിട്ട് തന്നെയാണ്. നമ്മളെ പടങ്ങളും വർക്കാവുന്നത് കഥ വെച്ചിട്ടാണ്. അപ്പോൾ കഥയാണ് എപ്പോഴും സ്റ്റാറായിട്ട് നിൽക്കേണ്ടത്. തീർച്ചയായും കഥനെ സപ്പോർട്ട് ചെയ്യുന്ന വിഷ്വൽസ് വരിക, ടെക്നിക്സ് വരിക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഈ പലരും എഡിറ്റിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഫൈറ്റ് സീനുകൾ എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര ശ്രമകരമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് ആക്ഷൻ രംഗങ്ങളുള്ളത്, അതിൻ്റെ താളത്തിലേക്ക് അതിനെ കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത് ജിഗർദാണ്ടയിലെ ഫൈറ്റ് സീനുകളുണ്ട്. അത് വളരെ മ്യൂസിക്കലായിട്ടാണ് പോകുന്നത്. ഈ ആളുടെ തന്നെ രാഘവ ലോറൻസിന്റെ ചില മാസ് മൊമെന്റുകൾ കൊടുക്കുന്നതൊക്കെ ഈ മ്യൂസിക്കിലും അതിന്റെ കൊറിയോഗ്രാഫിലും ഒക്കെ ഡിപ്പെൻഡന്റ് ആയിട്ടാണല്ലോ വരുന്നത്. ജിഗർദാണ്ടയിലെ ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് ഈ ഫൈറ്റ് മാസ് സീനുകളൊക്കെ വരുന്ന സമയത്ത്? എന്നെ സംബന്ധിച്ച് ആക്ച്വലി സോങ്സും ഫൈറ്റും കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. എനിക്ക് കുറേ കൂടി ടഫായിട്ട് ഞാൻ ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കുന്നത് എപ്പോഴും ഡ്രാമയാണ്. കാരണം ഡ്രാമ വിട്ട് കഴിഞ്ഞാൽ കഥ മാറിപ്പോവും. ഡ്രാമയാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. മറ്റേത് ഓൾറെഡി കോറിയോഗ്രാഫ്ഡ് ആണ്. നമ്മൾ ആ കോറിയോഗ്രാഫിനെ എൻഹാൻസ് എൻഹാൻസ് ചെയ്യാമെന്നുള്ളത് മാത്രമേ അവിടെ കഥയുള്ളൂ. ഡ്രാമ തീർച്ചയായും നമ്മൾ ഫീഡ് ചെയ്ത് നിൽക്കണം. അതായത് നമ്മുടെ കയ്യിൽ നിൽക്കണം. ആക്ച്വലി അതിനെ സ്ട്രോങ് ആയിട്ട് പിടിക്കുക എന്നുള്ളതാണ്. അത് വർക്കായാലേ ഈ പറഞ്ഞ ഫൈറ്റും ഡാൻസൊക്കെ വർക്കാവത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ അത് ആലോചിച്ച് നോക്കും, നമ്മൾ ഡ്രാമ വർക്കായിട്ടില്ല, അപ്പോൾ നമ്മൾ ബോറടിച്ചിട്ട് ഇപ്പോൾ ഒരു ഫൈറ്റ് വരും, ഇപ്പോൾ ഒരു പാട്ട് വരും, അങ്ങനെ ഇരിക്കതല്ലേ ഉള്ളൂ. അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഡ്രാമയാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേ സീൻ അപ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇതൊക്കെ ലാസ്റ്റിലേക്ക് എടുത്ത് വെക്കും. ഡ്രാമ വർക്ക് ചെയ്യും, ഒരു പാട്ട് വരുമ്പോൾ ആ പാട്ടിൻ്റെ പോർഷൻ ഞാൻ പിന്നെ ചെയ്യാന്ന് വെച്ചിട്ട് അവിടെ ഒരു കാർഡ് ഇടും. സോങ് കാർഡ് ഇട്ടിട്ട് അടുത്ത ഡ്രാമ ചെയ്യും. അപ്പോൾ ഡ്രാമ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ സോങ്സും ഫൈറ്റും വർക്ക് ചെയ്യാറുള്ളൂ. കാരണം നമുക്കത് അറിയാം എങ്ങനെയാണ് അത് വരാൻ അതെ, അത് ഷേപ്പ് അതിപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് ധാരണ ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ അതൊക്കെ ലാസ്റ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അപ്പോൾ ഡബ് ചെയ്യുന്ന സമയത്ത് അവർക്കതൊന്നും ആവശ്യം വരത്തില്ല, സോങ്സ് ആവശ്യം വരത്തില്ല. ഇപ്പോൾ ഡബ്ബിങ്ങിനുള്ള സാധനം കൊടുക്കുമ്പോൾ അവർ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു 1 month ഒക്കെ ഡബ്ബിങ് പോകും. അപ്പോൾ ഡബ്ബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇരുന്നിട്ട് ഈ സാധനങ്ങളൊക്കെ സെറ്റാക്കി ഡബ്ബ് കഴിയുമ്പോഴത്തേന് ഇതൊക്കെ റെഡിയാകും. അപ്പോൾ ഫൈനൽ കട്ടിൽ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ കാണാറാണ് പതിവ്. ആ സാധനം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഫൈനൽ ക്ലൈമാക്സ് ജിഗർദാണ്ടന്റെ ക്ലൈമാക്സ് വില്ലേജിനകത്ത് വരുന്ന ഫൈറ്റുകളും കാര്യങ്ങളായിട്ട്. അതെ, അത് ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ഐഡിയ എന്തായിരുന്നു വെച്ചാൽ സോങ് ആ പറഞ്ഞ ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലായി ഇവരിങ്ങനെ പാട്ട് പാടുന്നു, അപ്പുറത്തുനിന്ന് എൻകൗണ്ടർ നടക്കുന്നു, അതിൻ്റെ വിഷ്വൽസ് വരുന്നു. അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് സ്ക്രിപ്റ്റിൽ കിട്ടും. പിന്നെ ഇതൊക്കെ സ്കാറ്റേഡ് ആയിരിക്കും, ഷൂട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ സ്കാറ്റേഡ് ആയിരിക്കും. പലതും പല സ്ഥലത്ത് പല സമയത്ത് ഷൂട്ട് ചെയ്തതായിരിക്കും. അപ്പോൾ അതിനെ ഈ പറഞ്ഞ പോലെ ഓരോന്ന് കുറച്ച് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് സോങ് ആക്ച്വലി സന്തോഷാണെങ്കിലും സന്തോഷ് ഒരു സോങ് തന്നായിരുന്നു റെഫറൻസ് ആയിട്ട്. ആ സോങ് എൻ്റെ സന്തോഷം അതിൻ്റെ സ്ക്രാച്ച് തന്നായിരുന്നു. അത് വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സ്ക്രാച്ചിൽ എനിക്ക് കുറച്ചും കൂടി ലെങ്ത് വേണം എന്ന് തോന്നിയ പോർഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത്
ഈ പറഞ്ഞ പോലെ ലൂപ്പ് ചെയ്ത് ലെങ്ത് ആക്കി വെച്ച് എന്നിട്ട് കാണിക്കുക. അപ്പോൾ അത് സന്തോഷം ഓക്കെയാണ്. അപ്പോൾ ഓക്കെ, പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ ഒന്നിച്ച് അതിനെ വർക്ക് ചെയ്തെടുക്കുകയായിരുന്നു. അപ്പോൾ വിഷ്വൽസ് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മളൊരു വിഷ്വൽ കാണുമ്പോൾ ഇത് കൊള്ളാം, ഈ വിഷ്വൽ കാണരുത്, ഇത് വേറെ എവിടെയെങ്കിലും ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് വന്നാൽ നല്ലതായിരിക്കും. അങ്ങനെയാണ് ഫസ്റ്റ് ഗൺ ഷോട്ടിൻ്റെ വിഷ്വൽ വരുന്നത്. അവർ ഓൾറെഡി അത് ഒരു ഫാൻറ്റമിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി അല്ല, ആ പാട്ടിൻ്റെ പകുതിക്കുന്ന ഒരു ഫസ്റ്റ് ഷോട്ട് വരും, ഒരു ഗൺ ഷോട്ടിൻ്റെ ഇത് വരും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെയിൻറ്റിങ് പോലെ ആയിരിക്കും. ഒരു സൈഡിൽ ഫുള്ള് പാട്ട് വരും, ഒരു സൈഡിൽ ഫുള്ള് ആർമിയും നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ അതിലൊരു ബുള്ളറ്റിൻ്റെ ഒരു സാധനവും അവിടെ ഒരു ഗൺ ഫയർ ഇങ്ങനെ വരും. അങ്ങനെ പെയിൻറ്റിങ് പോലെ തോന്നിയത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് കേവസാണ്. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ തന്നെ ആക്ച്വലി ബ്രെത്ത്ലെസ് ആയി പോകുന്നൊരു ഫീല് വന്നു. കാരണം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബുള്ളറ്റ് വന്നിട്ടില്ല, ഇമ്പാക്റ്റ് തുടങ്ങിയിട്ടില്ല. ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ കേവ്സ് ഔട്ട് ബ്രേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്ത സീൻ. അപ്പോൾ അതവിടെ വെച്ച് കുറച്ച് സമയം കൊടുത്ത് അവിടെ സൈലൻസും ഇതൊക്കെ കൊടുത്ത് പിന്നെ അങ്ങോട്ട് ചടപട പരിപാടികളപ്പോൾ പിന്നെ ബ്ലഡ് സ്പ്ലാറ്ററും കാര്യങ്ങളും വരുമ്പോൾ അപ്പോൾ ഈ എൻകൗണ്ടർ വർക്കാവുന്നത് അവിടെയാണ്. നമ്മൾ നേരത്തെ കൊടുത്ത ബിൽഡപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ ലിബർട്ടി നമുക്ക് യൂസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അത് ഫൈറ്റ് മാസ്റ്ററൊക്കെ കണ്ടിട്ട് ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, ഭയങ്കര രസമായിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ എഡിറ്ററിനെ ഒരു സെക്കൻഡ് ഡയറക്ടർ എന്ന് പലപ്പോഴും വിളിക്കാറുണ്ട്. ഡയറക്ടർ ഒരു വിഷ്വൽ ഇല്ലാതെയാണല്ലോ സിനിമ ആലോചിക്കുന്നതും തോട്ടിൽ പ്രോസസ് ചെയ്യുന്നതും. പക്ഷെ എഡിറ്റർക്ക് യു ഹാവ് ദ വിഷ്വൽസ്, അതിന് ഫുൾ റഷ് കയ്യിലുണ്ട്, യു ക്യാൻ ആക്ച്വലി ഡിസൈൻ ഇറ്റ് എന്നുള്ള ഒരു പ്രോസസ് ഇല്ലേ, അതൊരു എക്സൈറ്റ്മെന്റ് അല്ലേ? അതായത് ഒരു ഡയറക്ടറിന്റെ വിഷന്റെ ഒപ്പം തന്നെ മറ്റൊരു വിഷൻ ഇങ്ങനെ നെയ്തെടുക്കാന്ന് പറയുന്നത്. പിന്നെ അത് പണ്ട് ലെനിൻ സാർ പറഞ്ഞിട്ടുണ്ട്, സിനിമ ഉണ്ടാവുന്നത് 2 ടേബിളാണ്, ഒന്ന് റൈറ്റിംഗ് ടേബിളും ഒന്ന് എഡിറ്റിംഗ് ടേബിളുമാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എഡിറ്റർ ലെനിൻ സാർ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് എനിക്ക് തോന്നിയിട്ട്. ഇംപ്രൊവൈസേഷൻ നടുവിൽ നടക്കുന്നുണ്ടെങ്കിലും ഫോർമേഷൻ സംഭവിക്കുന്ന, സ്ട്രക്ചർ ഫോർമേഷൻ സംഭവിക്കുന്ന 2 ഘട്ടങ്ങൾ റൈറ്റിങ്ങും എഡിറ്റിങ്ങും തന്നെ ആയിരിക്കും. റൈറ്റിംഗ് വളരെ നല്ലതാണെങ്കിൽ എഡിറ്റിംഗ് അതിനനുസരിച്ച് നമുക്ക് ട്വീക്ക് ചെയ്ത് പോകാൻ പറ്റും. ഒരിക്കലും മോശമായ റൈറ്റിങ്ങിന് എഡിറ്റിങ്ങിൽ നന്നാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കലും അങ്ങനെ എഡിറ്റിംഗ് ഒരു മാജിക് സ്പേസ് ഒന്നുമല്ല. നമുക്ക് എന്താണോ കിട്ടുന്നത് അത് വെച്ച് എൻഹാൻസ് ചെയ്യാന്നുള്ള ഒരു സ്പേസാണ്. അപ്പോൾ അത് ചില സമയത്ത് അതൊരു തെറ്റിദ്ധാരണയായി പോകാറുണ്ട് ആൾക്കാർക്ക്. എഡിറ്റിംഗിൽ എഡിറ്റിൽ പിടിച്ചോളൂ എന്നുള്ള അത് വളരെ റോങ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അവരെ എക്സൈറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് കിട്ടുള്ളൂ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വരാൻ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ ഇവൻച്വലി പടം വർക്കാവും. സിനിമ എപ്പോഴും ഒരു കലക്റ്റീവ് വർക്കല്ലേ. ഇപ്പൊ കാർത്തിക് സുബ്രാജിന്റെ സിനിമയിൽ തന്നെ ജിഗർദാണ്ഡ വരുന്നതിന് ശേഷം റെട്രോ വരുന്നു. കാർത്തിക് സുബ്രാജായിട്ടുള്ള ഒരു റിലേഷൻ അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അദ്ദേഹത്തിനോടുള്ള ഒരു വർക്കിംഗ് എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി ജിഗർദാണ്ഡ 1 പുള്ളിനെ കാണുന്നത്. ആ സമയത്ത് ഞാൻ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിവേകേട്ടൻ്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ 5 years വിവേകേട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത്. ആ സമയത്താണ് ഇവരൊക്കെ കാണുന്നത്, ഇവിടെയുള്ള എന്താ പറയുക ലെജൻസിനെ കാണുന്നതും അവിടെ ഉള്ളവരെ കാണുന്നതൊക്കെ പുള്ളിയുടെ കൂടെ നിന്നിട്ടാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു റിലേഷനാണ്. അപ്പോൾ അവരും സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അവർ പിസ്സ കഴിഞ്ഞിട്ട് വേറൊരു പടം, 2ാമത്തെ പടം ചെയ്യുന്ന ഒരു സ്പേസാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചാണ്. നമ്മൾ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അവർ ഫിലിമിൽ ഫ്രഷാണ്. അങ്ങനെ പരിചയപ്പെടുന്നത് എല്ലാവരായിട്ടും അങ്ങനെ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ വർക്കുകൾ കാണുമ്പോൾ അവർക്ക് ഇമ്പ്രഷൻ വരുന്നതും നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ കാണുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് കഥകൾ, ഓരോ കഥ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കും. അങ്ങനെ വർക്ക് ചെയ്ത് വരുന്നതാണ്. ഇതൊക്കെ ഓർഗാനിക്കലി നടക്കുന്നതാണ്, ഒന്നും ഫോഴ്സ്ഡ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നടന്നോട്ടെ എന്നുള്ള ഇതിൽ മാത്രമേ വിട്ടിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും. ഈ മലയാള സിനിമയും തമിഴ് സിനിമയും രണ്ടും 2 വർക്കിംഗ് പാറ്റേൺ ആണെന്ന് പറയാറുണ്ട്. പ്രൊഡക്ഷനിലാണ് പലപ്പോഴും അത് പറഞ്ഞു കേട്ടില്ല. എഡിറ്റിങ്ങിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഇതിനേക്കാളും ലാർജർ സ്കെയിലാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഡിഫറൻസ് പറയാറുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ മലയാള സിനിമ തമിഴ് സിനിമ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സിനിമ എപ്പോഴും ഉണ്ടാവുന്നത് ഒരു കൾച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഓഡിയൻസിനെയാണ്. തമിഴ് സിനിമയിൽ ഫീഡ് ചെയ്യുന്നത് തമിഴ് ഓഡിയൻസിനെയാണ്. ലാർജർ സ്കെയിൽ ഒരു 70-80% അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവരുടെ ഓഡിയൻസിനെ തന്നെയാണ്. നമ്മളെ ഓഡിയൻസിനെ തന്നെയാണ്.
അപ്പോൾ എപ്പോഴും കൾച്ചറാണ് ഡിഫറെൻ്റ് ആകുന്നത്. ഇപ്പോൾ തമിഴ് കൾച്ചറും മലയാളി കൾച്ചറും ഡിഫറെൻ്റ് ആണ്. ഒബ്വിയസ്ലി സാമ്യതകളുണ്ട്, പക്ഷേ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മളെ എന്താ പറയുക, എക്സിബിഷനിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മളൊരു കാര്യം ആക്ച്വലി നമുക്ക് കുറച്ച് പറഞ്ഞാൽ മതിയെങ്കിൽ അവിടെ ഒരു കാര്യം കുറച്ചധികം പറയേണ്ടി വരും. അങ്ങനെ ചെറിയ 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 അപ്പോൾ കളേഴ്സിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ നമ്മളിവിടെ വളരെ മൈൽഡ് ആയിട്ടുള്ള കളേഴ്സാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ അവിടെ കുറേയും കൂടി കളർഫുൾ ആയിട്ടുള്ള സ്കെയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ കളർ വെച്ച് കഴിഞ്ഞാൽ വർക്കാവണമെന്നില്ല. നമുക്കൊരു തമിഴ് സിനിമ വർക്കാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് തമിഴ് സിനിമ കാണുമ്പോൾ ഇതൊരു തമിഴ് കൾച്ചറിൽ നിന്ന് വരുന്ന ഒരു കഥയാണ് എന്ന് അറിയുന്നത് കൊണ്ടാണ് നമ്മളത് കാണുന്നത്, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പടം വർക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് അവിടുന്ന് കാണുമ്പോഴും ഇവിടുന്നൊരു കുമ്പളങ്ങി നൈറ്റ്സ് കാണുമ്പോഴോ ഒക്കെ അവർക്ക് തോന്നുന്നത്, ബ്രഹ്മയുഗം കാണുമ്പോൾ മഞ്ഞുമലയൊക്കെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് ഇത് കേരളത്തിലുള്ള കഥകളാണ്. അപ്പോൾ ഇതിനെ കേരള സ്റ്റൈൽ തന്നെ ഇതിനെ കാണണം, നമ്മൾ അതിനെ കൊണ്ടുപോയിട്ട് കളർഫുള്ളാക്കിയിട്ട് അവിടെ വെക്കണം എന്നൊരിക്കലും അവർ ചിന്തിക്കാറില്ല. അതതിൻ്റെ സെൻസിബിലിറ്റിയിൽ കാണുക എന്നുള്ളതാണ്. അത് ഏത് പടമാണ്. ഇപ്പം നമ്മൾ തെലുഗു പടം പറയുമ്പോൾ കുറച്ചുകൂടി ലാർജർ ദാൻ ലൈഫാണ്. അവിടുത്തെ കൾച്ചേഴ്സ് അങ്ങനെയാണ്, അവരുടെ ഫിലിം പാറ്റേണും എങ്ങനെയാണെന്ന് തീർച്ചയായും. അപ്പോൾ നമ്മൾ അവരെ പടങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അവരെ കൾച്ചറിന് എന്താണോ ഫേവറബിൾ ആയിട്ടുള്ളത് അതിനെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത്തരം ഹൊറർ സിനിമകൾ വരുമ്പം, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് മലയാള സിനിമ മാറുന്നു എന്ന് പറയുമ്പോഴും അത് കാണുന്ന കാഴ്ചക്കാർ മിക്കവാറും ഇത് ഞങ്ങൾ ആ സിനിമയിൽ കണ്ടിട്ടുള്ളതാണല്ലോ, ഈ സിനിമയിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു ബ്രഹ്മയുഗത്തിൻ്റെ ഫസ്റ്റ് ടീസർ ട്രെയിലർ വന്ന സമയത്ത് തന്നെ ഇത് സ്റ്റോക്കറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്ന് പല രീതിയിൽ ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഡയസീറയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇത് നമ്മൾ പല സിനിമകളിൽ, ആര്യസ്റ്റർ സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ് എന്ന് മലയാളി ഓഡിയൻസ് അത് സംസാരിക്കുന്ന ഒരു സമയമാണല്ലോ. അത് റിസ്ക് ആണോ ഒരു മേക്കറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന, സിനിമയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചർച്ചകൾ റിസ്ക് ആണോ? റിസ്ക് എന്ന് പറയാൻ പറ്റൂല. കാരണം എല്ലാം ഇൻസ്പിറേഷൻസ് അല്ലേ. നമ്മൾ ഒരിക്കലും സിനിമ തന്നെ ഒരു ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ സിനിമ ഒരാളൊരു കഥ എഴുതുന്നത് എവിടെ നിന്നാണ്? ആരുടെ ഒരു കഥ കേട്ട്, അല്ലെങ്കിൽ എവിടെയോ ഒരു അനുഭവം കേട്ട്, അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ അനുഭവം നമുക്കറിയാത്തവർത്തോളം കാലം നമുക്കതൊരു ഫ്രഷ് പീസാണ്. നമുക്കറിയുന്ന ഒരു അനുഭവത്തിനെ കുറിച്ച് ഇപ്പോൾ വേറൊരാൾ എഴുതുമ്പോൾ ഇതവൻ അവിടെ നിർത്തതാണ് എന്ന് പറയും, അല്ലേ? സിമ്പിളാണ്, അത്ര തന്നെ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഇൻസ്പയർഡാണ്. സിനിമ കഥ എല്ലാതും ഇൻസ്പയർഡാണ്. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇൻസ്പയർഡാണ്. ആരും സ്വന്തമായിട്ട് ഏറി നിർത്തി ചെയ്യുന്ന ഒരു പരിപാടിയല്ല സിനിമ, ഒരിക്കലും അല്ല. ഒരു ഷോർട്ടാണെങ്കിൽ പോലും നമുക്ക് മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറേ മുന്നേ ഒരു 10-15 കൊല്ലം മുന്നേ കണ്ടിട്ടുള്ള ഒരു സിനിമയുടെ ഇൻഫ്ലുവൻസ് ആവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വായിച്ച ഐതിഹ്യമാലകൾ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഐതിഹ്യമാലയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐതിഹ്യമാല നിങ്ങൾക്ക് അറിയാത്തടത്തോളം കാലം അത് ഫ്രഷാണ്. നിങ്ങൾക്ക് ഐതിഹ്യമാല ഇത് അവനവിടെ നിർത്തുകയെന്ന് പറയാം, അല്ലേ? അപ്പം ഈ സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ മാസം എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുള്ള ബുക്കാണെങ്കിൽ ഈ ബുക്കിൽ നിന്ന് റെഫർ ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഈ സിനിമയിൽ നിന്ന് റെഫർ ചെയ്തിട്ടുള്ളതെന്ന് പറയും. ആരും കാണാത്ത പടം ആണെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല, അങ്ങനെയുള്ളൂ. പക്ഷെ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നത് ഒരു സിനിമയും പ്യുവറായിട്ട് വരുന്നതല്ല, ഒരു ഐഡിയയും പ്യുവറായിട്ട് വരുന്നതല്ല. അതെല്ലാവരും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ഇൻസ്പയർ ആയിട്ട് വരുന്നത് തന്നെയാണ്. അതൊരിക്കലും അതിൽ നിരാശപ്പെടേണ്ട കാര്യവുമില്ല, അതിൽ ദേഷ്യം വരേണ്ട കാര്യവുമില്ല. അത് ആക്ച്വലി നമ്മൾ അതിൻ്റെ ഓണസ്റ്റ് അപ്രോച്ച് എന്താണെന്ന് നോക്കിയാൽ മതി. നമ്മൾ അതിനെ മോശമായിട്ട് കാണേണ്ട കാര്യം എന്താണെന്നുള്ളതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ലെഗസി വരികയാണ്. അതിൽ മാധവന്റെ ലുക്കിൽ തന്നെ ഒരു വലിയ ഹുക്ക് പോയിന്റ് അവിടെ കിട്ടുന്നുണ്ട്. ലെഗസിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പോസ്റ്റ് പ്രൊഡക്ഷൻ ആണോ? ലെഗസി, അതെ, നെറ്റ്ഫ്ലിക്സിൻ്റെ ബാനറിൽ സ്റ്റോൺ ബെഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തമിഴ് വെബ് സീരീസാണ് ലെഗസി. 7 എപ്പിസോഡ്സ് ഒക്കെ വരുന്ന ഒരു പരിപാടിയാണ്. കുറച്ച് വലിയ പരിപാടിയാണ്, കുറച്ച് ബഡ്ജറ്റുള്ള ഒരു പരിപാടിയാണ്. സൗത്ത് ഇൻഡസ്ട്രിയിൽ കുറച്ച് എന്താ പറയുക, കുറച്ചൊരു ലൗഡായിട്ട് ഹിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സാധനമായിരിക്കും. അതിൻ്റെ ഷൂട്ടും പരിപാടിയൊന്നും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആണ് ആക്ച്വലി. പല കാര്യങ്ങളും പല ആർട്ടിസ്റ്റുകളും വരുമ്പോഴും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽ ഗുൽഷൻ വരുന്നുണ്ട്, അഭിഷേക് ബാനർജി വരുന്നുണ്ട്, നിമിഷ വരുന്നുണ്ട്, ഒരുപാട് മാധവൻ, അങ്ങനെ ഗൗതം കാർത്തിക്, എല്ലാവരും വരുമ്പോൾ ഹരീഷ് ഉത്തമൻ, എല്ലാവരും കൂടി കമ്പൈൻഡ് ആകുമ്പോൾ ഭയങ്കര
അവരവരെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നന്നായി വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, കഴിഞ്ഞിട്ടില്ല. പാരലലി നമ്മൾ എഡിറ്റും വർക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നെറ്റ്ഫ്ലിക്സ് പ്രോജക്റ്റ് ആയതുകൊണ്ട് റിലീസാവാൻ കുറച്ച് സമയമെടുക്കും. വെയിറ്റിംഗ് ആണ്, ഈഗർലി വെയിറ്റിംഗ് ആണ് പരിപാടി. അപ്പം ഡയസറിയാണ് പുതിയ വിശേഷം എന്നുള്ളതുകൊണ്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ആസ്ക് യു ലൈക്ക് എന്തൊക്കെയാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, അതിലെ ഫേവറേറ്റ് മൊമെന്റ് എന്തായിരുന്നു? ഫേവറേറ്റ് മൊമെന്റ് ഡയസിയർ ചെയ്യാൻ വിളിച്ചു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് എപ്പോഴും ഒരു പ്രോജക്റ്റ് ചെയ്യാൻ കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. പിന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ, അതായത് ഹൊറർ സിനിമനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങൾ കൊണ്ടും രാം സാറായാലും ശശി സാറായാലും അവർക്കത് ഭയങ്കര എന്താ പറയുക, ഒരു ഹൊറർ സിനിമ എന്നുള്ള രീതിയിലല്ല അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ നല്ലൊരു സിനിമ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ഒരേ വേവ് ലെങ്ത്തിലാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോലും. ഇപ്പോൾ ക്രിയേറ്റീവ് ഐഡിയാസ് ആണെങ്കിലും രാം സാറിൻ്റെ ഐഡിയാസ് ഭയങ്കര ബ്രില്യൻ്റ് ആണ്. പലപ്പോഴും പുള്ളി പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഐഡിയാസ്, പോസ്റ്റർ ഐഡിയാസ് ആണെങ്കിലും ഫിലിമിന് വരുന്ന ഐഡിയാസ് ആണെങ്കിലും കഥയിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കഥയിൽ ആഡ് ചെയ്താലോ അങ്ങനെയൊക്കെ പറയുമ്പോഴേ, അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് അല്ലേ നമ്മൾ. എന്നിട്ട് എക്സൈറ്റഡ് ആയി വർക്ക് ചെയ്യുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാധനങ്ങൾ മൂവ് ചെയ്ത് ഫൈനലി അത് ഇൻട്രസ്റ്റിംഗ് റിസപ്ഷൻ വരികയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല പടം ചെയ്യണം, ജനങ്ങളെ കാണിക്കണം, കയ്യടി വാങ്ങണം എന്നുള്ള ഒരു ധാരണ കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ പടം ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് സിനിമ. അപ്പോൾ സിനിമയും ബിസിനസ്സും പാരലലി പോകണം എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് പടം ചെയ്യുന്നവരല്ലേ. ഇതൊക്കെ ഒന്നിച്ച് നടക്കുമ്പോൾ ഫിനാൻഷ്യലും ഹാപ്പി ആവുന്നു, കഥകൾ റിസീവ് ആവുകയും ചെയ്യുമ്പോൾ നമ്മൾ കുറേ കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. കാരണം നമ്മൾ ഒരിക്കലും അതിനെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ലല്ലോ, എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ച് പോകാന്നുള്ളതല്ലല്ലോ. DSR ആക്ച്വലി കുറച്ചും കൂടി ഒരു ഇൻ്റലക്ച്വൽ സ്പേസിൽ നിൽക്കുന്ന ഒരു കമേഴ്ഷ്യൽ ഫിലിമാണ്. ത്രൂ ഔട്ട് സ്പൂൺ ഫീഡിങ് ഒന്നുമില്ല. കഥ പോലും അതിൻ്റെ അകത്ത് കഥ ഉണ്ട്, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മനസ്സിലാവുന്ന ഒരു ആംഗിൾ നിങ്ങളത് വർക്ക് ചെയ്യാൻ ആ സ്പേസിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഒന്നുകൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും, അതിൻ്റെ കഥ കിട്ടും, അത്രേ ഉള്ളൂ. അത് ഭയങ്കര സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഓഫ് കോഴ്സ് അതിൽ ആൾക്കാർ എന്തിനു ഇയാൾ അറ്റാക്ക് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലയിടത്തുനിന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വീണ്ടും ഇത് കിട്ടുക എന്നുള്ളത് ഒരു രസമുള്ള പരിപാടിയല്ലേ? കിട്ടാൻ സാധ്യത ഉണ്ട്, സെക്കൻഡ് വാച്ചിൽ കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡിസ്കഷൻ്റെ ആവശ്യം വന്നേക്കാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അത്രയും ഭയങ്കര ഇൻ്റലക്ച്വലായിട്ട് നമ്മൾ ഭയങ്കര അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമല്ല, നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഭയങ്കര ബ്രില്യൻസ് കാണിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല. ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോളും. നമ്മൾ ഒറ്റ വാച്ചിൽ ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പുറത്ത് വന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് അത്രേ ഉള്ളൂ, അതിൽ അത്രേ ഉള്ളൂ. നിങ്ങൾ അവസാനം കിട്ടുമ്പോൾ വലിയ നിധി കിട്ടും എന്ന് വിചാരിക്കരുത്. ഒരു ചെറിയ സാധനമാണ്, അത് ലീഡ് കിട്ടാത്തതിൻ്റെതാണ്, അത്രേ ഉള്ളൂ. അപ്പം ഡയസറെ സക്സസ്ഫുൾ ആയിട്ട് വരുന്നു, ഇനിയും ഒരുപാട് സിനിമകൾ കയ്യിലേക്ക് എത്തുകയാണ്. വലിയ സിനിമകളുടെ ഭാഗമാകാൻ പറ്റട്ടെ, നമുക്ക് നല്ല സിനിമകൾ കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.